ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നിപ്പോൾ ഞാനൊരു റെസിപ്പി വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ വെള്ള വഴുതനങ്ങ ഒരുപാട് ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതാണെങ്കിൽ ഉപ്പേരി വെച്ചാലൊന്നും ആർക്കും വലിയൊരു താല്പര്യമില്ല കേട്ടോ. പിന്നെ ഫ്രൈ ആക്കി കഴിക്കുകയാണെങ്കിൽ അത്യാവശ്യമൊക്കെ കഴിക്കും. അപ്പോൾ ഇതിപ്പോൾ നിറച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നു ഇതുകൊണ്ട് നമുക്ക് വടുക ഉണ്ടാക്കിയാലോ. നമ്മൾ മെയിനായിട്ടൊക്കെ ആദ്യമൊക്കെ ചുണ്ടക്കായ കൊണ്ട് വടുക ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അത് എത്ര ആൾക്കാർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു വഴുതനങ്ങ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി വടുകേൻ്റെ റെസിപ്പിയായി. ആദ്യം നമുക്ക് ഈ വഴുതനങ്ങേനെയൊക്കെ മൊത്തത്തിലൊന്ന് പുഴുങ്ങിയെടുക്കണം കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഇതൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കുകയാണ്. പിന്നെ വഴുതനങ്ങേൻ്റെ ഉള്ളിൽ ചില സ്ഥലത്തൊക്കെ കേടൊക്കെ അത്യാവശ്യം നല്ലോണം ഉണ്ടാവും. പിന്നെ ഈ ഒരു വഴുതനങ്ങയിൽ അധികം അങ്ങോട്ട് കേടില്ല കേട്ടോ. ചെറിയ ഒന്നിൻ്റെ ഭാഗത്ത് മാത്രമേ കേടുള്ളൂ. പിന്നെ ഞാൻ അരിഞ്ഞു നോക്കിയാലൊന്നും അധികം കേടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിപ്പോൾ അധികം മൂത്തിട്ടുമില്ല കേട്ടോ. നമ്മൾ അധികം ഇത് മൂക്കുന്നതിന് മുമ്പേ പറിച്ചെടുക്കണം, എന്നാലായിരിക്കും കൂടുതലൊരു ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ചില ആളുകൾ ഇതിൻ്റെ ഈ ഒരു തൊലി ചെത്തിയിട്ടും ഉപ്പേരി വെക്കുന്നത് കാണാം കേട്ടോ. അങ്ങനെ ആകുമ്പോഴും കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ ഒരു വലിപ്പത്തിൽ വേണം നമ്മൾ കട്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വെള്ളത്തിലേക്കായിരുന്നു കേട്ടോ കട്ട് ചെയ്തിട്ടിരുന്നത്. അത് പാത്രത്തിൻ്റെ വലിപ്പം കുറച്ച് കുറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്കാണ് കട്ടാക്കിയിട്ട് കൊടുക്കുന്നത്. ഈ വഴുതനങ്ങൾക്കൊക്കെ ജസ്റ്റ് ഒരു കറ ഉണ്ടാവില്ലേ, അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളത്തിലേക്ക് അരിഞ്ഞിടുന്നത്. ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കറുപ്പ് കളറായി മാറും കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വഴുതനങ്ങക്ക് ഒരു കറ ഉണ്ടെന്ന്. അപ്പോൾ ഈ ഒരു ലൈറ്റ് ഇപ്പം ഇങ്ങനെ കാണുന്നില്ല, ഇതൊരു കാപ്പി കളർ പോലെ ആയിട്ട് വരും കേട്ടോ. നമ്മൾ 3-4 വട്ടം കഴുകുമ്പോഴാണ് അതിൻ്റെ ആ കറയൊക്കെ ഒന്ന് പോയിട്ട് നല്ല തെളിഞ്ഞ വെള്ളമായിട്ട് കിട്ടുക. അപ്പോൾ ഞാൻ ഓരോ തവണ കഴുകുമ്പോൾ ഓട്ടപാത്രത്തിലേക്ക് ഇങ്ങനെ ഇപ്പോൾ ഇതാട്ടോ വഴുതനങ്ങ ക്ലീനായിട്ട് അത് വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്റ്റെയിനറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ച് വരുമ്പോഴാണ് വഴുതനങ്ങ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു പാത്രത്തിൽ വഴുതനങ്ങ മൊത്തത്തിൽ കൊള്ളൂല എന്ന് കണ്ടപ്പോൾ പിന്നെ ഞാൻ പാത്രമൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതിലേക്ക് നമ്മൾ കട്ടാക്കി വെച്ചിരിക്കുന്ന വഴുതനങ്ങ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഉപ്പോ കാര്യങ്ങളോ ഒന്നും ഇടണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് അരി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ, ഈ ഒരു കൊണ്ടാട്ടം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അരി വറുക്കുന്നതൊന്നും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല. നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരിയില്ലേ, അതങ്ങോട്ട് വറുത്തെടുത്താൽ മതി. അരി വറുക്കാനൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. കരിയാതെ സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് ആക്കി വെച്ച് കൊടുക്കണം. അതിന് ശേഷം ഈ ഒരു അരിയൊക്കെ നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ പെട്ടെന്ന് മിക്സി ചൂടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ വെച്ച പാത്രത്തിൽ കിടന്നിട്ട് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോഴേക്ക് നമ്മുടെ വഴുതനങ്ങയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് ഇളക്കാം കേട്ടോ. അപ്പോൾ കയ്യിലേക്ക് ചൂട് പറ്റാതെ നോക്കണം. ഇത് കുറച്ചധികം ഉള്ളത് കാരണം. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാൻ മടിയാണെങ്കിൽ കുറച്ചെടുത്തിട്ട് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ആദ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന്, എന്തായാലും ഇഷ്ടപ്പെടുമോ അത്രയ്ക്ക് ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് കഴിക്കാത്തവർ 1-2 വഴുതനങ്ങയൊക്കെ വെച്ചിട്ട് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഉണ്ടാക്കാമല്ലോ. അങ്ങനെ ഇതാ ഞാൻ ഇതൊക്കെ ഒന്ന് ഊറ്റിയെടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ഈ ഒരു വഴുതനങ്ങ വേവിച്ചതിന് ശേഷം അതിൽ വെള്ളം മൊത്തത്തിൽ പോയി കിട്ടണം കേട്ടോ. അപ്പോൾ നമുക്ക് അതൊന്ന് നന്നായിട്ട് ഊറ്റി വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ വഴുതനങ്ങ ഒന്ന് ഡ്രൈൻ ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ചൊരു വെളുത്തുള്ളിയും ഒരു 3-4 ടീസ്പൂൺ ചെറിയ ജീരകം, അതുപോലെ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ എടുക്കുന്നത് കുരുമുളകാണ്. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതെടുക്കുക, ഇല്ലെങ്കിൽ മൊത്തം കുരുമുളക് എടുക്കുക കേട്ടോ. വെളുത്തുള്ളി ഒരു 3-4 ബൾബുണ്ട്. ഇത് അത്യാവശ്യം വലുപ്പമുള്ള വെളുത്തുള്ളിയാണ് കേട്ടോ. അതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു അരിൻ്റെയൊക്കെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. നല്ല രീതിക്ക് തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ. അതാ ഈ ഒരു പരുവത്തിൽ നമുക്ക് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പൊക്കെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 2 ബാച്ചാക്കിയിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ ഇതാ നമ്മുടെ രണ്ടാമത്തെ ബാച്ചും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതേ ജാറിനെ യൂസ് ചെയ്യാം കേട്ടോ, ഈ ഒരു വഴുതനങ്ങ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വഴുതനങ്ങേൻ്റെ ചൂടൊക്കെ ഏകദേശം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ ഈ വഴുതനങ്ങ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, വഴുതനങ്ങേൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ വരും. അപ്പോൾ നമ്മൾ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ അരച്ചുകൊണ്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റത്തെ ബാച്ച് വഴുതനങ്ങയൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ അരച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണ് ഇതിനുള്ള മാവ് സെറ്റാക്കുന്നത് ആ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം.
ഞാനിപ്പോൾ മൊത്തത്തിൽ നമ്മൾ നേരത്തെ എടുത്ത വഴുതനങ്ങ മൊത്തത്തിലൊന്നും എടുക്കുന്നില്ല, ഒരു 2 ബാച്ച് മാത്രമേ ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കി ഞാൻ അതുപോലെ വഴുതനങ്ങ തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ കുറച്ച് ടൈമിനനുസരിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇത്ര കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത്. ഇതന്നെ ഉണ്ടാവും കേട്ടോ അത്യാവശ്യം. അങ്ങനെ ഇതാ ഞാൻ 2 ബാച്ച് വഴുതനങ്ങയൊക്കെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു 2 ബാച്ച് കൂടെ അരക്കാനുള്ള വഴുതനങ്ങ ഉണ്ട്. അത് ഞാൻ ഒന്നുകൂടെ ചൂടാറിയതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കും. പിന്നെ ഇപ്പോൾ നമ്മൾ ആ വഴുതനങ്ങ അരച്ച ചാറൊന്നും കഴുകേണ്ട ആവശ്യമില്ല. അതിലേക്ക് തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയ ജീരകവും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചുകൊണ്ട് വരാം. നമുക്കിത് പെട്ടെന്ന് അരിഞ്ഞിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് ഒരു 2 പീസ് വഴുതനങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ വെള്ളം ഒഴിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് വഴുതനങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. കുരുമുളകാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചതക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മിക്സ് വഴുതനങ്ങയുടെ എല്ലാ ഭാഗത്തും എത്തുള്ളൂ. കൈ പുകച്ചിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഉപ്പൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതിനുശേഷം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുക. ഈ ഒരു ഇതിൽ നമ്മൾ ഉണക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ ഉപ്പ് അത്യാവശ്യം വേണം കേട്ടോ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ മൊത്തത്തിൽ മിക്സാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടി ഞാനിപ്പോൾ 2 ബാച്ചായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. അരിപ്പൊടി ഇട്ട് കൊടുക്കുമ്പോഴേ നമുക്കിതൊന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാനുള്ള ഒരു പരുവത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് ടൈറ്റായി കിട്ടും. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ടൈറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഞാൻ കുറച്ചുകൂടെ കുരുമുളക് പൊടി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എരിവൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതുപോലെ നമ്മളൊന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ, വേറെ പരിപാടിയൊന്നുമില്ല. ഓരോരോ കയ്യിലേക്ക് ഓരോരോ നുള്ള എടുക്കുക, ജസ്റ്റ് ഒന്ന് റൗണ്ട് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. വലിപ്പമൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യുക. ചിലവരൊക്കെ ഒരു നെല്ലിക്കേൻ്റെ വലിപ്പത്തിലൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന വടുക അങ്ങനെയാണ് കിട്ടാറുള്ളത്. ഇതിപ്പോൾ ഞാൻ കുറച്ചുകൂടെ സാധാരണ നമ്മുടെ ഉമ്മയൊക്കെ വീട്ടിലുണ്ടാക്കുന്ന വടുക എന്ന് വെച്ചാൽ ചെറുതാണ് കേട്ടോ. അതിനെക്കാട്ട് കുറച്ചുകൂടെ ഒരു വലുപ്പത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ ഞാനിപ്പോൾ ഇതിങ്ങനെ കൈകൊണ്ട് ഒറ്റയെടുക്കുന്ന സമയത്ത് ഞാൻ ഉമ്മാനെ ഒന്ന് വിളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഉമ്മ നല്ലൊരു അടിപൊളി ട്രിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് പെട്ടെന്ന് തന്നെ ഒറ്റയെടുക്കാൻ പറ്റിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ മുറ ഉണ്ടെങ്കിൽ അതെടുക്കുക, ഇല്ലെങ്കിൽ ഇതുപോലൊരു ചെമ്പട്ടി എടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മുടെ മിക്സ് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഇതിലേക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഉരുട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമുക്കൊരു പാത്രത്തിൽ എത്ര എണ്ണം വേണോ അതിനനുസരിച്ച് നുള്ളിയിട്ട് കൊടുക്കാം കേട്ടോ, പാത്രത്തിൻ്റെ വട്ടത്തിനൊക്കെ അനുസരിച്ച്. പിന്നെ അതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടിയില്ലേ, അതും കൂടെ കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പാത്രം ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് നന്നായിട്ട് തന്നെ കറക്കുക കേട്ടോ. ഒരു 3-4 സെക്കൻഡ് നന്നായിട്ട് കറക്കുമ്പോഴത്തേക്ക് ഇത് അത്യാവശ്യം നല്ല റൗണ്ടായിട്ട് വരും. എനിക്കിങ്ങനെ ആക്കി നോക്കാൻ വേണ്ടിയിട്ട് ഉമ്മ പറഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ നോക്കുമ്പോൾ അത്യാവശ്യം ആ ഒരു വടുകൻ്റെ ഷേപ്പൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വടുക കറക്റ്റ് റൗണ്ട് ഷേപ്പിലൊന്നുമല്ല ഉണ്ടാവുക, ഈ ഒരു ഷേപ്പിലൊക്കെയാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഇത് നല്ല ഈസി മെത്തേഡായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ഉരുട്ടെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അപ്പോൾ നമ്മുടെ ഉരുട്ടുള്ള പരിപാടിയൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇതായിപ്പോൾ നമുക്ക് ആ ഒരു അത്രയും മിക്സ് കൊണ്ട് 3 പാത്രത്തിൽ വടുക കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി വേറെ പരിപാടിയൊന്നുമില്ല, നമുക്ക് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഉണക്കിയെടുക്കണം. ഇതിപ്പോൾ നല്ല വെയിലുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു 1-1.5 വർഷം വരെ ഇത് കേടുകൂടാതിരിക്കും കേട്ടോ. പുറത്തുതന്നെ വെച്ചിട്ട് നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ എന്നും നല്ല വെയിലുണ്ടാവും കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു വടുക ഉണ്ടാക്കി നോക്കുമ്പോൾ വലിയ വെയിലൊന്നുമില്ല. പിന്നെ ഉച്ച കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇത് ഫ്രൈ ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ ഇതെടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഇൻഷാല്ലാ ഇത് നന്നായിട്ട് തന്നെ ഡ്രൈ ആയതിന് ശേഷം ഞാൻ എൻ്റെ ഡെയിലി വ്ളോഗിൽ ഏതെങ്കിലും ഒരു ദിവസമൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഒന്ന് കമൻ്റ് ആക്കുക. അതുപോലെ ഈ ഒരു രീതിയിൽ വഴുതനങ്ങ വെച്ചിട്ട് ആരൊക്കെ വടുക ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് കമൻ്റ് ആക്കുക കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ ഈ ഒരു കാറിൻ്റെ മേലെ വെച്ചിട്ടാണ് എൻ്റെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ കൊണ്ടാട്ടമുളകോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ കാറ് ഇവിടെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ മേലെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഉണക്കാറുള്ളത്. അവിടെ ആകുമ്പോൾ ഡയറക്റ്റായിട്ട് വെയിൽ നന്നായിട്ട് തന്നെ അടിക്കും. പിന്നെ ഇപ്പോൾ ഞാൻ വെച്ച സമയത്ത് വലിയ വെയിലൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. പിന്നെ ഉച്ച കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. വടുക എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരേക്കും ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ.